അടുപ്പംമൂട്ടിൽ കത്തനാർ എന്നൊരാൾ വലിയ മാന്ത്രികനായിട്ടുണ്ടായിരുന്നു. ദുർദൈവങ്ങളെ ഉച്ചാടനം ചെയ്യിക്കുന്നതിനുള്ള കത്തനാർക്കുള്ള പാടവം അക്കാലത്ത് സുപ്രസിദ്ധമായിരുന്നു. കാരിശ്ശേരിക്കാരുടെ വകയായ ക്ഷേത്രത്തിലെ ഭഗവതി ഉഗ്രസ്വരൂപിണിയാണെന്നും മന്ത്രവാദങ്ങളൊന്നും അവിടെ ഫലിക്കുകയില്ലെന്നും കത്തനാരോട് വർത്തമാനത്തിൽ കാരിശ്ശേരിയിലെ അന്നത്തെ കാരണവർ പറയുകയുണ്ടായി. അത് കേട്ട കത്തനാർ, എന്നും നിങ്ങൾ പറയും ഭഗവതിയുടെ ശക്തിയൊന്നും കത്തനാരോട് ഭരിക്കില്ല, വേണമെങ്കിൽ കാട്ടിത്തരാം എന്നാണ് പറഞ്ഞത്. കാരണവർ വിട്ടില്ല. അതിനൊന്നും പോകാതിരിക്കുകയാണ് നല്ലത്. വെറുതെ ആത്മനാശത്തിന് വഴിതെളിക്കേണ്ട എന്ന് കത്തനാർക്ക് വാശിയുണ്ടാക്കത്തക്ക വിധത്തിൽ അദ്ദേഹം പറഞ്ഞു. കത്തനാർക്ക് ഇത് കേട്ടപ്പോൾ ഒരു വെറുപ്പാണ് തോന്നിയത്. അയാൾ നിസ്സാരമായി, എന്നാൽ ഇന്നേക്ക് 3 ദിവസത്തിനകം കാട്ടിത്തരാം എന്നായി. കാരണവർ വീണ്ടും, വേണ്ട, ആപത്ത് വലിച്ചു വെക്കേണ്ട എന്നും കത്തനാരെ ഗുണദൂഷിച്ചു. കത്തനാരുണ്ടോ അതുകൊണ്ട് കുലുങ്ങുവാൻ പോകുന്നു. തൻ്റെ കയ്യിലുള്ള വിദ്യ കൊണ്ട് എന്തും സാധിച്ചു കളയാമെന്നല്ലേ അദ്ദേഹത്തിന്റെ വിചാരം. കാരണവർ പിന്നീടൊന്നും പറയാതെ യാത്ര പറഞ്ഞു പിരിഞ്ഞു. കത്തനാർക്ക് വാശി കയറി. അയാൾ ദേവിയെ ബന്ധിക്കുന്നതിനായി പല പ്രയോഗങ്ങളും 3 ദിവസം മുഴുവൻ ചെയ്തു. പക്ഷേ 3-ാം ദിവസം ഭഗവതി തന്നെ അയാളെ ബന്ധിച്ചു കളഞ്ഞു. അതോടുകൂടി ജീവിതം ഉപേക്ഷിക്കേണ്ടി വന്ന കത്തനാരുടെ ആത്മാവ് ദേവിയുടെ പിടിയിൽ അമർന്നു തന്നെ നിൽക്കുന്നുവെന്നാണ് പറയുന്നത്.